സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീൻ പറയാനും കേൾക്കാനുമൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും അത് മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാനും നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ അള്ളാഹു ആ രൂപത്തിൽ തന്നെ നിലനിർത്തി തരുമാറാകട്ടെ. സത്യവിശ്വാസികളായ ആളുകളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നിരവധിയാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളായി പലപ്പോഴും കാണാറുള്ളത് രോഗം ബാധിക്കുക, അതുപോലെ തന്നെ ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുണ്ടാവുക, സാമ്പത്തികമായും മറ്റുള്ള പല മേഖലകളിലൂടെയുമുള്ള കമ്മികളും ന്യൂനതകളും പോരായ്മകളുമൊക്കെ ഉണ്ടാവുക തുടങ്ങി അങ്ങനെ ദുന്യാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മളുടെ പരീക്ഷണങ്ങളെ തയ്യാറാക്കാറുള്ളതും എണ്ണി വരാറുള്ളതും. അതൊക്കെ പരീക്ഷണങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും കടുത്ത പരീക്ഷണം, ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ നമുക്ക് ബാധിക്കുന്ന പരീക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ദീനിൽ ഏതെങ്കിലും മുസീബത്ത് ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുസീബത്ത്. മതപരമായി ആദർശപരമായി യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന വിധത്തിൽ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ തെറ്റി സഞ്ചരിക്കുക, അതുപോലെ തന്നെ അതിന് നിമിത്തമായി മാറുന്ന വിധത്തിൽ സമൂഹത്തിലൊട്ടാകെ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശുബ്ഹാത്തുകളിൽ അഥവാ വസ്വാസുകളിൽ, സംശയങ്ങളിൽ നമ്മുടെ മനസ്സും അതിൽ പെട്ടുപോവുക, അതേപോലെ ദുന്യാവിൻ്റെ ചുറ്റുപാടുകളിലും കാണുന്ന സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും ഒക്കെ മുഴുകിയിട്ട് നമ്മളും ദീനിൻ്റെതായ ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുക, ഇതൊക്കെ നമ്മുടെ ദീനിൽ ബാധിക്കുന്ന മുസീബത്തുകളാണ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ ഗൗരവമാണ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? നമ്മളെ ദീനിൽ ഒരു ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരലോകമാണ് നഷ്ടപ്പെടുന്നത്. ദുന്യാവിൽ ഇപ്പൊ നമ്മൾ എത്ര കാലം രോഗമില്ലാതെ സാമ്പത്തികമായി പരാധീനതകളില്ലാതെ ജീവിച്ചാൽ മാക്സിമം നമ്മൾ എത്ര കൊല്ലം ജീവിക്കും? അതേ അവസരത്തിൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ എന്തെന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മുഖേന അവൻ പരലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കും. ഒരു സത്യവിശ്വാസിക്ക് ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഖുർആൻ എണ്ണിപ്പറഞ്ഞ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകും, രോഗമുണ്ടാകും, അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങളെ അള്ളാഹു എണ്ണിപ്പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ആ വിധത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഒരു വിശ്വാസിക്ക് വന്നു കഴിഞ്ഞാൽ അവൻ മുഅ്മിനാണെങ്കിൽ അവൻ അതിലൂടെയൊക്കെ നേട്ടമാണ് കൊയ്തെടുക്കുക. എവിടെ? ആഖിറത്തിൽ. അജബൽ ലി അംരിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതം തന്നെയാണ്. അവന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും അത് മുഖേന അവന്റെ പാപങ്ങൾ പൊറുക്കാതിരിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നതെങ്കിൽ, ദുന്യവിയായ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ഭൗതികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ
ഒരു വേള നമുക്ക് നല്ല ഈമാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടായി മാറുകയാണ് ചെയ്യുക. അവിടെ വലിയ പ്രതിഫലം നേടിയ വ്യക്തിയായിട്ട് മാറും. ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വിശ്വാസി, അതേ അവസരത്തിൽ നമ്മുടെ ദീനിലാണ് മുസീബത്ത് ബാധിച്ചതെങ്കിലോ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നേക്കുമുള്ള പരലോക ജീവിതമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും വലിയ മുസീബത്ത് നമ്മുടെ ദീനിൽ ബാധിക്കുന്ന മുസീബത്തായി തന്നെ നമ്മൾ കാണണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് പലപ്പോഴും അവിടുന്ന് ദുആ ചെയ്തിരുന്ന അല്പം സുദീർഘമായ ഒരു ദുആയുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവുക ദുആ. ആ ദുആയിൽ ഇടക്കുള്ളൊരു വാചകം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദുആയുടെ ഭാഗമാണിത്. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ മുസീബത്ത് ഞങ്ങളുടെ ദീനിൽ നീ ഉണ്ടാക്കരുതേ. ദീനിലുള്ള മുസീബത്താണ്, ദീനിൽ ബാധിക്കുന്ന മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത്. വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ മനക്ലേശത്തിന്റെ മുഖ്യ കാരണം ദുന്യാവാക്കല്ലേ. നമുക്കിന്ന് ദുന്യാവിലെ ഏറ്റവും വലിയ ടെൻഷൻ, നമുക്ക് ഓരോ ടെൻഷനുകൾ വരുമ്പോഴും നമ്മളൊരു പേപ്പർ എടുത്തിട്ട് എന്താ എനിക്കിപ്പോൾ ടെൻഷൻ ഉണ്ടാകാൻ കാരണം എന്ന് ഒരു പട്ടിക തയ്യാറാക്കി നോക്കൂ. എല്ലാ കാരണങ്ങളും മടങ്ങുന്നത് എങ്ങോട്ടായിരിക്കും? ദുന്യാവ്. ഇവിടെ എനിക്ക് ജോലിയില്ല, ജോലി ഉണ്ട് പക്ഷേ മതിയായ ശമ്പളമല്ല, ഒരുപാട് കാലമായി ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നു, ഒരു വീടില്ല, മക്കളെ ഒന്നും വിവാഹം കഴിച്ചയക്കാൻ പറ്റിയിട്ടില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായി സുഖമില്ല, അല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കൊക്കെ അസുഖമാണ്. ഇങ്ങനെ ഒക്കെ ദുന്യാവിൻ്റെ കാര്യങ്ങൾ അതുമാത്രം ഓർത്തിട്ട് നമ്മൾ മനസ്സിങ്ങനെ ഹമ്മാണ്. അള്ളാഹിനോട് നമ്മൾ എന്താ ചോദിക്കുന്നത്? വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ മനക്ലേശത്തിന്റെ മുഖ്യ കാരണം ദുന്യാവാക്കല്ലേ. വലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളെ ഇൽമ നേടുന്നതും ഈ ദുന്യാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാക്കല്ലേ. നേടുന്ന ഇൽമുകളൊക്കെ എന്തിനു വേണ്ടിയാ? ദുന്യാവിലെ ജീവിതം ഉഷാറാക്കാൻ. അവിടെയൊക്കെ പ്രശ്നം എന്താ പറയുന്നത്? ആഖിറം വിട്ടുകൊണ്ട് ദുന്യാവിൻ്റെ കാര്യത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് സദാ അതിങ്ങനെ മനസ്സിൽ ടെൻഷനായി ഉറക്കം നഷ്ടപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണത്തിനും രുചിയില്ലാതെ മനുഷ്യനാകെ മനക്ലേശത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയി ഇങ്ങനെ നീങ്ങാണ്. ഇതിനേക്കാൾ അപ്പുറമുള്ള പരീക്ഷണമാണ് മനുഷ്യൻ്റെ മുസീബത്താണ്, അവൻ്റെ ദീനിൽ ബാധിക്കുന്ന മുസീബത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും കടുത്ത പരീക്ഷണമായ ആ മുസീബത്ത് നമുക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ആ മുസീബത്ത് ഏൽക്കാൻ കാരണമാകുന്ന 2-3 കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒന്ന്, ആ രൂപത്തിലുള്ള യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ നിന്ന് തെറ്റിക്കളയുന്ന ശുബ്ഹത്തിൻ്റെയും ശഹ്വത്തിൻ്റെയും ചിന്തകളാണ്. വസ്വാസുകൾ ആ രൂപത്തിൽ നമ്മുടെ ഈമാനിനെ കുറിച്ച്, നമ്മുടെ സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച്, ഇബാദത്തുകളെ സംബന്ധിച്ച് മനുഷ്യന് യഥാർത്ഥമായ നിലക്കുള്ള ചിന്തകളില്ലാതെ പോകുന്നു. നിങ്ങൾ നോക്കൂ, ഒരു കവി പാടിയ 2 വരികൾ. കുല്ലുദ്ദുനൂബി ഫഇന്നല്ലാഹ യഗ്ഫിറുഹാ ഇൻ ശയ്യഅൽ മർഉ ഇഖ്ലാസും വഈമാനു വകുല്ലു കസ്രിൻ ഫഇന്നല്ലാഹ യജ്ബറുഹു വമാലിക സിരി ഖനാതിദ്ദീനി ജുബ്റാനു. ഏതു പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യന് നന്മയായി മാറും. എപ്പോൾ? ഇൻ ശയ്യഅൽ മർഉ ഇഖ്ലാസുൻ വഈമാനുൻ. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഇഖ്ലാസും ഈമാനുമൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അവന് പ്രശ്നം ചെറുതേ വരികയുള്ളൂ. വകുല്ലു കസിരിൻ, ഏതൊരു രൂപത്തിലുള്ള പൊട്ടലുകളും മുറിയലുകളും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെ അതൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ ദീനിന്റെ ഭാഗം ഒളിഞ്ഞു പോയാൽ അതിന് പരിഹാരമില്ലാത്ത നഷ്ടമാണ് വരാൻ പോകുന്നത് പരലോകത്ത്.
അതുകൊണ്ട് പരലോക വിജയമാണ് നമുക്ക് ഏറ്റവും വലുത്. ആ പരലോകം നഷ്ടപ്പെടുത്തുവാൻ കാരണമാകുന്ന എല്ലാ രൂപത്തിലുള്ള മുസീബത്തുകളും നമ്മെ ബാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ കാണണം. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശിർക്ക് ബിദ്അത്തുകൾ ലോകത്തൊട്ടാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിർക്കിനാണ് മെജോറിറ്റി, തോന്നിവാസങ്ങൾക്കാണ് ലോകത്ത് മെജോറിറ്റി. അതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല അള്ളാഹുവിൽ അവൻ പങ്കുചേർത്തുകൊണ്ടല്ലാതെ എന്നാണ്. അപ്പോൾ ലോകത്ത് കടുത്ത ശിർക്ക് ചെയ്യുന്നവർക്കായിരിക്കും മെജോറിറ്റി ഉണ്ടാകുക. അതേപോലെ തന്നെ നന്മകളും തിന്മകളും എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ എപ്പോഴും ഏതിനായിരിക്കും മുൻതൂക്കം? തിന്മകൾക്കായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഖുൽ, നബിയെ പറയൂ, പഠിപ്പിച്ചു കൊടുക്കൂ, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു തആല പറയുന്നുണ്ട്, ഫത്തഖൂൻ, നിങ്ങൾ എന്നെ സൂക്ഷിക്കൂ. എന്തേ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ അല്ലാഹു തആല അത് പറയുന്നിടത്ത് പറഞ്ഞതെന്താണ്? നല്ലതും ചീത്തയും ഒരിക്കലും സമമാവൂലാന്ന്. ചീത്തക്ക് എത്ര ആധിക്യമുണ്ടായാലും എന്താ അതിൻ്റെ അർത്ഥം? ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതിനാണ് മെജോറിറ്റി? ചീത്തക്കാണ് മെജോറിറ്റി. പക്ഷെ അതുകൊണ്ടത് നന്മയാവോ? അതുകൊണ്ടത് നന്മയാവൂല. ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ നീ പിന്തുടർന്നാൽ നീ പഴച്ചു പോകുന്ന ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരെ പറഞ്ഞത്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാഹ്, നീ എങ്ങാനും ഭൂമിയിലുള്ള അധികപക്ഷം ജനങ്ങളെ, ഭൂരിപക്ഷത്തെ അനുസരിക്കാനാണ് ഭാവമെങ്കിൽ, അങ്ങനെ അനുസരിച്ചിരുന്നുവെങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ പഴപ്പിച്ച് കളയുക തന്നെ ചെയ്യും. അപ്പൊ സഹോദരങ്ങളെ, എന്താ ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? എപ്പോഴും ലോകത്ത് തിന്മകള്, അന്ധവിശ്വാസങ്ങള്, ദുരാചാരങ്ങള്, അതേപോലെ തന്നെ ഫിസ്ഖ്, അധർമ്മങ്ങള്, തോന്നിവാസങ്ങള്, ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ലോകത്ത് അധികം ഉണ്ടാവുക. ഇവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടും എന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും. കാരണം ഭൂരിപക്ഷം അങ്ങനെയല്ലേ, ഒരുപാട് ആൾക്കാർ അതിന്റെ പിന്നാലെയല്ലേ, ധാരാളം ആളുകൾ ചെയ്യുന്നില്ലേ. അപ്പൊ ഞാനായിട്ട് അതിനെ എതിർത്തിട്ട് എന്താ കാര്യം? ഇത് നമുക്കൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഈമാനുള്ളവർ ഉറച്ചു നിൽക്കും. ഞാൻ ഒറ്റക്കായാലും വേണ്ടില്ല, ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുള്ളൂ, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പറയും. ഈമാനില്ലാത്തവരോ, അവർക്ക് ദീനിൽ മുസീബത്ത് ബാധിച്ചവരായിരിക്കും. അവരെന്ത് ചെയ്യും? കൂടികളാവും. എന്നാ പിന്നെ ഒഴുക്കിനൊത്ത് ഞാനും നിന്നു കൊടുക്കാം, എന്നാ പിന്നെ ഭൂരിപക്ഷത്ത് പണക്കണ്ട, എന്നാ പിന്നെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ പിറകെ ഞാനും അങ്ങനെ മൗനിയായി നിന്നു കൊടുക്കാം. ഇതിനേക്കാൾ കടുത്ത പരീക്ഷണം നമുക്കിനി വേറെന്താ വരാനുള്ളത്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിൽ നമ്മൾ ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണത്. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും രംഗപ്രവേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവക്കെതിരെ ഒരക്ഷരം ഉരിയാടാനാവാതെ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും അതിനെ സംബന്ധിച്ച് ഉണർത്താനാകാതെ നമ്മൾ മൗനികളായി മാറുന്ന ഒരവസ്ഥ. ഇത് പരീക്ഷണമല്ലേ? നമുക്കത് പരീക്ഷണമായിട്ട് തോന്നുന്നില്ല, പക്ഷെ അത് പരീക്ഷിക്കുകയാണ് നമ്മളെ. എന്താ എൻ്റെ നിലപാട് എന്നാണ്. എല്ലാ ഹറാമുകളും ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആരൊക്കെ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു പരീക്ഷണമല്ലേ? നമ്മൾ ദീനിൽ നേരിടുന്ന ഒരു പരീക്ഷണമാണത്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം, നമ്മൾ പെട്ടെന്ന് മനസ്സിലാവാൻ. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലയബ്ലുവന്നകുമുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനസ്സൈദി, വേട്ടമൃഗങ്ങളെ കൊണ്ട്. ഇതിന്റെ സന്ദർഭം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത്, നിങ്ങളുടെ ആയുധങ്ങൾ എത്തുന്ന ദൂരത്ത് ആ വേട്ടമൃഗം നിൽപ്പുണ്ട്. അതിനെ കൊണ്ട് അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും. എന്താ അത് സന്ദർഭം എന്നറിയോ?
നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹറമിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. വേട്ടയാടാൻ പാടില്ല, അവിടെയുള്ള ചെടികൾ പറിക്കാൻ പാടില്ല, അവിടെയുള്ള പക്ഷിമൃഗാദികളെ വാട്ടി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഹജ്ജിൻ്റെ ഉംറയുടെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്. ഇതാ കാലഘട്ടത്തിൽ ആ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറയാണ്, സത്യവിശ്വാസികളെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ഒരു പരീക്ഷണമായിട്ടാണ് പറയുന്നത്. എന്താ പരീക്ഷണം? വേട്ടമൃഗം. ഹാജിയുടെ കൈയെത്തുന്ന ദൂരത്ത് അവന് വേട്ടയാടി പിടിക്കാവുന്ന നിലക്ക് കൈകൊണ്ട് പിടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവൻ്റെ അമ്പെയ്തുകൊണ്ടോ കുന്തം കൊണ്ട് കുത്തിയിട്ടോ ഒക്കെ വേട്ടമൃഗത്തെ ഇങ്ങോട്ട് വേട്ടയാടി പിടിച്ച് അതിൻ്റെ മാംസം കഴിക്കാനും അതിനെ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു തആല എന്ത് പറയുന്നത്? പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ അത് പാടില്ല. ആ നിയമത്തെ പറ്റി അള്ള പറഞ്ഞത് എങ്ങനെയാണ്? അതാ നമ്മുടെ പോയിന്റ്. ആ നിയമത്തെ പറ്റി അള്ള പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്, അഥവാ നമ്മളെ റബ്ബ് പരീക്ഷിക്കുകയാണ്. എന്ത്? ആരാണ് അള്ളാഹുവിനെ അദൃശ്യമായ നിലക്ക് ഭയപ്പെടുന്നവരാരാണ്? ആരും കാണുന്നില്ല, അപ്പണ് വേട്ടയാടിയും പിടിച്ചാലോ എനിക്ക് ആ പക്ഷിനെ കിട്ടൂലേ, ആ മാനങ്ങട്ട് പിടിച്ചൂടെ, അല്ലെങ്കിൽ ആ വസ്തുവിനെ എനിക്ക് പിടിച്ചൂടെ, അതിനെ ഭക്ഷണമാക്കി കഴിക്കാലോ, ആരും അറിയാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ട് തൊട്ടടുത്ത് കയ്യെത്തുന്ന ദൂരത്ത് ഒരു വേട്ടമൃഗത്തെ കിട്ടിയാലും ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിക്ക് അത് പാടില്ല. എന്താ കാരണം? അള്ള വിലക്കിയതാണ്. ആ നിയമം അള്ളാഹു പറഞ്ഞിട്ട് അതിൻ്റെ കാരണം പറയണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത് ചെയ്യാൻ പറ്റിയിട്ടും അത് ചെയ്യാതെ പടച്ചവൻ കാണുമല്ലോ, അള്ള കാണുന്നുണ്ടല്ലോ, അള്ള അറിയുന്നുണ്ടല്ലോ, അവന്റെ നിയമത്തിനാണല്ലോ ഞാൻ എതിര് ചെയ്യുന്നത് എന്ന് പേടിച്ചിട്ട് ആ നിയമം പാലിക്കുന്നവരാരൊക്കെ പാലിക്കാത്തവരാരൊക്കെ എന്ന് നിങ്ങൾക്കുള്ള പരീക്ഷണം തന്നെയാണ് ആ നിയമം. ഇന്നിപ്പോ നമുക്ക് അവിടെ പോയാൽ വേട്ടയാടാനുമില്ല, ഒന്നുമില്ല. നമ്മളെ കാലത്തേക്ക് വരിക, നമ്മുടെ കൈകളിലൊക്കെ സ്മാർട്ട് ഫോണുണ്ട്. ഈ സാധനം ഇല്ലാത്തൊരു കുട്ടിയില്ല, എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതിൽ എല്ലാ നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൽമുണ്ട്, ളുൽമുണ്ട്. നിങ്ങൾക്ക് നല്ല ആലിമാകണോ, ഇതൊന്നും നല്ലോണം സമയം ചെലവഴിച്ചാൽ പറ്റും. റബ്ബിൻ്റെ അടുക്കൽ ഒരുപാട് പുണ്യം നേടണോ, ഒരുപാട് വഴികൾ ഇതിലുണ്ട്. ഏറ്റവും വലിയ തെമ്മാടിയാവണോ, മോശപ്പെട്ടവനാകണോ, അധർമ്മകാരിയാവണോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനാകണോ, ഇതിലെല്ലാം ഉണ്ട്. ഇത് നമുക്കിന്നൊരു പരീക്ഷണമാണ്. ഇത് നമ്മളെ ദീന് പരീക്ഷിക്കുന്ന ഒരു വസ്തുവാണിത്. ഒറ്റക്കാകുമ്പോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്നും പ്രശ്നമില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമില്ല, ചീത്തൊന്നും കാണൂലല്ലോ. അവനവന്റെ സ്വകാര്യതയുടെ ആ ഒരു നിമിഷങ്ങളിൽ ഇതിലുള്ള നല്ലത് മാത്രമേ ഞാൻ കാണുകയുള്ളൂ, നല്ലത് മാത്രമേ ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്നുള്ള നിലക്ക് ആരും കാണുമെന്ന് പേടിച്ചിട്ടല്ല. എനിക്കെന്റെ കയ്യെത്തുന്ന ദൂരത്ത് എനിക്ക് എന്തും കാണാൻ കേൾക്കാൻ ആരും എന്നെ ചോദ്യം ചെയ്യല്ല. ഞാൻ എൻ്റെ സ്വകാര്യതയുടെ റൂമിൽ കയറി ഡോർ കുറ്റിയിട്ടിരിക്കുന്നു, ലോക്ക് ചെയ്തിരിക്കുന്നു. വേണമെങ്കിൽ ഫാൻ സ്പീഡിൽ കറക്കിയിരിക്കുന്നു, പുറത്തേക്കൊന്നും ഒച്ച പോവാതിരിക്കാൻ. എനിക്കെന്തും കാണാം, ആസ്വദിക്കാം, മണിക്കൂറുകൾ ആസ്വദിക്കാം. എൻ്റെ കയ്യിലുണ്ട്, ചാർജർ അവിടെയുണ്ട്, സംവിധാനങ്ങളുണ്ട്, നെറ്റുണ്ട്, ഒക്കെയുണ്ട്. എന്നിട്ടും ഇത് ദുരുപയോഗപ്പെടുത്താതെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രമേ ഞാനിത് ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്ന് തീരുമാനിക്കുവാൻ ഈമാനുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ലിയഅലമല്ലാഹു, അവിടെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ നിങ്ങൾ കേൾക്കണം. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അപ്പൊ കയ്യെത്തുന്ന ദൂരത്ത് ഏത് തിന്മ ചെയ്യുവാനും അവസരമുണ്ടായിട്ട് പോലും അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ള കേൾക്കുമല്ലോ, അള്ള അറിയുമല്ലോ, എനിക്ക് മരിച്ചു പോകണമല്ലോ, ഖബറിൽ കിടക്കണമല്ലോ, റബ്ബിന്റെ കോടതിയിൽ പോയി നിന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇതിന് മറുപടി പറയണമല്ലോ എന്ന പേടിയുള്ളവർക്കല്ലാതെ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. അതുകൊണ്ടാ പറയുന്നത്, നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളിൽ കടുത്ത പരീക്ഷണമാണ് ദീനിയായ രംഗത്ത് ഇതുകൊണ്ട് നേരിടുന്ന പരീക്ഷണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഈ സംവിധാനമൊക്കെ ഇറങ്ങണതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞതെന്താ?
തിഹാമ പർവ്വതത്തോളം വലിയ രൂപത്തിലുള്ള സൽക്കർമ്മങ്ങളുമായി ഒരുപാട് ആളുകൾ നാളെ മഹ്ശറിൽ വരും. കുറേ അമൽ അവർ ചെയ്തിട്ടുണ്ട്, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ, നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ചെയ്തവരാണ്. പക്ഷേ അവരുടെ അമലുകളുടെ ഒന്നും പ്രതിഫലം കാണാതെയാകും. എന്തേ കാരണം? അവർക്കുള്ള കുഴപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. സഹാബത്ത് ചോദിച്ചു, എന്ത് തെറ്റാ അവർ ചെയ്തത്? ഈ ചെയ്ത നന്മയുടെ ഒന്നും പ്രതിഫലം അവിടെ കാണാതാവാൻ മാത്രം എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർ അള്ളാഹുവിൽ ശരിക്കും വിശ്വസിച്ചില്ല എന്നാണ്. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ എന്താ അവർക്ക് കുഴപ്പം പറഞ്ഞത്? അവരുടെ സ്വകാര്യതകളിൽ അവർ ഒറ്റക്കാകുമ്പോൾ അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ അവർ നിർബാധം ചെയ്യുമായിരുന്നു. അതാ കാരണം പറഞ്ഞത്. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ നിർബാധം ഒറ്റക്കാകുമ്പോൾ അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഖീദയെ ബാധിച്ചു എന്നർത്ഥം. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ അത് ബാധിച്ചു. കാരണം പരസ്യത്തിലാണെങ്കിലേ അള്ളാഹ് കാണുള്ളൂ, രഹസ്യത്തിലാണെങ്കിൽ അള്ളാഹ് കാണൂല എന്ന മട്ടല്ലേ അവന്റെ ജീവിതത്തിൽ അവൻ കാണിച്ചത്. നേരെ മറിച്ച് നമ്മൾ സിറിലും അലാനിയത്തിലും പടച്ചോനെ സൂക്ഷിക്കല്ലേ വേണ്ടത്. നമ്മൾ അള്ളാഹിനോട് അതല്ലേ തേടിക്കൊണ്ടിരിക്കുന്നത്, തേടേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിസ്സിരി വൽ അലാനിയ. അല്ലാഹുവേ, നിന്നെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു തൗഫീക്ക് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും. പരസ്യ ജീവിതത്തിൽ തഖ്വയുണ്ടാകുവാൻ എല്ലാവർക്കും പറ്റും. രഹസ്യ ജീവിതത്തിൽ തഖ്വ നിലനിർത്തലാണ് കടുത്ത പരീക്ഷണം. അതൊരു വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ ദീനിൽ നീ മുസീബത്ത് ഉണ്ടാക്കരുതേ. ആ മുസീബത്ത് ഉണ്ടായാൽ ആഖിറമാ പോകുന്നത്. ദുന്യാവിലെ പരീക്ഷണങ്ങൾ കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയെങ്കിൽ കൂലിയാ പരലോകത്ത് കിട്ടുന്നതെങ്കിൽ എന്റെ ദീന് നശിച്ചു പോയാൽ ഞാൻ നരകത്തിലേക്കാണ് എറിയപ്പെടുക. രക്ഷിക്കണേ അല്ലാഹ്. നമസ്കാരത്തിന്റെ പിറകെ 5 നേരത്തെ നിസ്കാരം അവസാനിക്കുന്നതിന്റെ മുമ്പ് 4 കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടാതെ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാറില്ലല്ലോ. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات. فتنة المحيا وفتنة الممات. ജീവിതത്തിന്റെ പരീക്ഷണം, മരണത്തിന്റെ പരീക്ഷണം. ജീവിത പരീക്ഷണം ദുന്യാവിന്റെ പരീക്ഷണമാണ് ഹയാത്ത്. ആ നിലക്കുള്ള പരീക്ഷണമാണ്. ഈ നിലക്ക് എന്തെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ദീനിൽ ബാധിക്കുന്നു. അങ്ങനെ അവസാനം മരണത്തിൻ്റെ പരീക്ഷണം എന്ന് പറയുന്നത് ആ സമയത്ത് എങ്ങനെ മരിക്കുന്നോ, ഇതൊക്കെ വലിയ പരീക്ഷണമാണ്. ഒരാൾ എങ്ങനെയോ ജീവിച്ചു, മരണം നന്നായില്ലെങ്കിൽ അയാളുടെ കാര്യം വലിയ അപകടമാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ പ്രവാചകന്മാർ പോലും പേടിച്ച കാര്യമല്ലേ. യൂസുഫ് നബി അലൈഹിസ്സലാം പോലും തേടിയത് എന്താണ്? തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരോടൊപ്പം മഹ്ശറിൽ ചേർന്ന് നിൽക്കാൻ എനിക്ക് തൗഫീക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിത്വമാണ്. എല്ലാം നൽകപ്പെട്ടു, ദുന്യാവിലെ എല്ലാ നിഅമത്തും കൊടുക്കപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. നല്ല സുന്ദരനായിരുന്നു, അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ വരെ എത്തിപ്പെട്ടു, എല്ലാം തികഞ്ഞു. പക്ഷെ എന്നിട്ടും അതൊക്കെ തന്നെ പറഞ്ഞിട്ടാ പറയുന്നത്, റബ്ബേ എനിക്ക് നീ ഒക്കെ തന്നു, പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമല്ല, എല്ലാം നീ എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാ ആ ദുആ തുടങ്ങുന്നത് തന്നെ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി, എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് അധികാരത്തിൽ നിന്ന് തന്നിട്ടുണ്ട്, നല്ല അറിവും നീ തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. നീ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, നീ മാത്രമാണ് എൻ്റെ രക്ഷാധികാരിയായിട്ട് എനിക്ക് 2 ലോകത്തുമുള്ളത്. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേന്ന്. അപ്പൊ നമ്മൾ എത്രത്തോളം പേടിക്കണം നമ്മുടെ ദീനിൽ വരുന്ന മുസീബത്തുകൾ, എത്രത്തോളം പേടിക്കണം ചീത്തയായ അന്ത്യം. എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഉത്തരം കിട്ടുന്ന സമയങ്ങളിലുള്ള ദുആകളിലൊക്കെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അള്ളാഹുവേ അന്ത്യം നന്നാക്കണേന്ന്. ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ചോദിക്കണം. മരണം നന്നാവണം, അന്ത്യം നന്നാവണം, മുഅ്മിനായി മരിക്കാൻ പറ്റണം. അതേപോലെ തന്നെ മരണവേദന ലഘൂകരിച്ച് തരണം.
ഖബർ എനിക്ക് സ്വർഗത്തോപ്പാക്കി മാറ്റിത്തരണം. നമ്മൾ പലപ്പോഴും മരിച്ചവർക്ക് വേണ്ടിയൊക്കെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുക, അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേന്നൊക്കെ. നമ്മൾ നമുക്ക് വേണ്ടി ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം. അല്ലാഹുമ്മ ജഅൽ ഖബരി റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. റബ്ബേ, എൻ്റെ ഖബർ സ്വർഗത്തോപ്പാക്കണേ, അത് നരകത്തിൻ്റെ കുണ്ടാക്കി മാറ്റല്ലേ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ പ്രാർത്ഥനയ്ക്ക് സമയം കിട്ടിയാലും ഇനി എന്താ ഇപ്പം ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ചോദിക്കാനൊന്നുമില്ലാതൊരു മടുത്തിരിക്കല്, അങ്ങനെ ഒരു മടുപ്പും തോന്നണ്ട. ഈ കാര്യങ്ങൾ എപ്പോഴും ചോദിച്ചോളി. അള്ളാഹു നമുക്കൊക്കെ ആ നിലക്കുള്ള ഒരു ഹുസ്നുൽ ഖാത്തിമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഏറ്റവും കടുത്ത പരീക്ഷണം ദീനിലെ പരീക്ഷണമാണ്. ദീനിൽ പരീക്ഷണം ബാധിച്ചു വന്ന് അതിൽ സഹിക്കാനാവാതെ പതറിപ്പോയി അവൻ്റെ ദീൻ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അവൻ മരിച്ചു പോവുക വളരെ മോശപ്പെട്ട നിലക്കായിരിക്കും. സൂൽ ഖാത്തിമത്താണ് ലഭിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് കടുത്ത പരീക്ഷണം ദീനിന്റെ പരീക്ഷണമാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, നമുക്ക് സൽക്കർമ്മങ്ങളോടൊന്നും ഒരു താല്പര്യതായി മാറുന്നു എന്നുള്ളത് ഏറ്റവും കടുത്ത പരീക്ഷണമല്ലേ? സൽക്കർമ്മങ്ങളോട് താല്പര്യമില്ലാതാവുക അതൊരു കടുത്ത പരീക്ഷണമാണ്. നന്മകൾ ചെയ്യാൻ സാധിക്കാതെയാവുക, നന്മകളോട് താല്പര്യമില്ല, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കണ്ടോ, ആ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ പതറിപ്പോകാണ്. നന്മ ചെയ്യാനുള്ള അവസരമുണ്ട്, ഉദോടുക്കാൻ സൗകര്യമുണ്ട്, നിസ്കരിക്കാൻ അവസരമുണ്ട്, തഹജ്ജുദിന് അവസരമുണ്ട്, എല്ലാ അവസരമുണ്ട്, നന്മകൾ ചെയ്യാൻ ഇഷ്ടം പോലെ നമുക്ക് അവസരമുണ്ട്. പക്ഷെ നമുക്ക് താല്പര്യമില്ല. എന്താ ചെയ്യുക? ഇതിലും ഇതൊക്കെ അടുത്ത മുസീബത്തും പരീക്ഷണം എന്താ? നന്മകൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല, അതൊരു പരീക്ഷണമാണ്. തിന്മകൾ ധാരാളമായിട്ട് ഞാൻ ചെയ്യാണ്, എനിക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണില്ല, അടുത്ത പരീക്ഷണമാണത്. ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നേരിട്ടുകൊണ്ടേയിരിക്കും അല്ലാഹു തആല പറയണം. എന്തിനാ അതൊക്കെയെന്നറിയോ? ആരാ ശരിക്കും ഇതിലൊക്കെ പതറാതെ ശരിക്കുള്ള ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കുന്നത്? ഇത് അല്ലാഹു തആല പറഞ്ഞതാണ്. സൂറത്ത് ആല ഇംറാനിൽ അല്ലാഹു പറയുന്നൊരു വചനം നോക്കൂ. മാ കാനല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബി. അള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ അടിക്കടി തന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മേഖലയിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത് എന്തിനാണ്? മുഅ്മിനീങ്ങൾക്ക് അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഹത്താ യമീസൽ ഖബീസ മിനത് തയ്യിബി. തയ്യിബിൽ നിന്ന് ഖബീസിനാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ തന്നെയാണ്. ആരൊക്കെ ഇതിൽ പതറാതെ പിടിച്ചു നിൽക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ നല്ല ക്ഷമയോടുകൂടെ മുന്നോട്ട് പോയിട്ട് വിജയം വരിക്കുന്നത്, അതിനെന്നാണ് ഈ പരീക്ഷണം. ഇതുണ്ടായും കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന ഏത് പരീക്ഷണങ്ങളിലും എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പൊരുത്തപ്പെടുന്ന വിധി രൂപത്തിൽ ആ പരീക്ഷണങ്ങളിലൊക്കെ പതറാതെ പിടിച്ചു നിന്നുകൊണ്ട് നമുക്കുണ്ടായ പരീക്ഷണങ്ങൾ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ ഒരു ഉന്നതമായ വിജയത്തിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്ന വിധത്തിലാക്കി തീർക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മുടെ ദീൻ എപ്പോഴും നല്ല സേഫായി നിലനിൽക്കണം. അതിനാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ. നമ്മളെ ദീനിലെ പരീക്ഷണങ്ങളെ മറികടക്കാനുള്ളതാണ് ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സുകൾ. അതിന് നിങ്ങൾ ഖുർആനോട് പുറംതിരിഞ്ഞു നിന്നാൽ നടക്കൂല, ഹദീസുകളോട് പുറംതിരിഞ്ഞു നിന്നാൽ നടക്കൂല. നമുക്കുള്ള ഊർജം ഇതിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കേണ്ടത്. നമുക്കുണ്ടാകുന്ന ഈ വിധത്തിലുള്ള അസുഖങ്ങളെ ഒക്കെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതേപോലെയുള്ള വൈജ്ഞാനിക വേദികളിൽ നിന്നാണ്. ഇവിടെ ആഴ്ചതോറും നടക്കുന്നു. ഖുർആൻ പഠിക്കാൻ അവസരമുണ്ട്, എമ്പാടും സൗകര്യങ്ങളുണ്ട്. ഓരോരുത്തരും ചിന്തിക്ക്, നമ്മളിൽ എത്ര പേർ ആ കയ്യെത്തുന്ന ദൂരത്തുള്ള നിഅമത്തിനെ അനുഭവിക്കുന്നുണ്ട്, അതോ അവഗണിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതൊരു പരീക്ഷണമാണ്, നമുക്ക് അല്ലാഹു തരുന്ന പരീക്ഷണമാണ്. തന്നോക്കുകയാണ്. അല്ലാഹു പറഞ്ഞതല്ലേ ഇത്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും ഒക്കെ പരീക്ഷിക്കുന്നതാണ്. ഒരുപാട് ഖൈറുകൾ തന്നു നോക്കും, അവൻ എന്താ ചെയ്യണത്? കുറെ പിന്നെ തിന്മകൾ തന്നു നോക്കും, എന്താ അവൻ ചെയ്യുന്നത്? എല്ലാം പരീക്ഷണങ്ങളാണ്. അതിലൊക്കെ നമുക്ക് ഗുണകരമാകുന്ന വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തി ആ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയുകയാണ് ഞാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. മുത്ത മുസ്തഫ അത്യുന്നതമായ പദവികളിലേക്ക് എത്തിയതൊക്കെ ജീവിതത്തിൽ നേരിട്ട കനത്ത പരീക്ഷണങ്ങളിൽ പതറാതെ വിജയിച്ചതുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ
നുബുവത്ത് കിട്ടിയിട്ട് 10ാമത്തെ വർഷം, ആ 10ാമത്തെ വർഷത്തിൽ തന്നെ കടുത്ത പരീക്ഷണങ്ങളാണ് നേരിടുന്നത്. ഒന്ന്, തനിക്ക് തൻ്റെ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും, മുസ്ലിമായിട്ടില്ലെങ്കിലും, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പിതൃവ്യനായ അബൂ താലിബ് എന്ന് പറയുന്ന വ്യക്തി ആ 10ാമത്തെ കൊല്ലം അയാൾ മരിക്കണം. ആ മരണം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വലിയ വേദനയാണ് ഉണ്ടാക്കിയത്, വലിയ പരീക്ഷണമായിരുന്നു. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശത്രുക്കൾ വളയാൻ ഉദ്ദേശിക്കുമ്പോഴും ആക്രമിക്കാൻ ഉദ്ദേശിക്കുമ്പോഴുമൊക്കെ നബിക്ക് എപ്പോഴും താങ്ങും തണലുമായിട്ട്, മോനെ നിൻ്റെ ദീനുമായിട്ട് നീ മുന്നോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം കൊടുത്ത ആളാണ് അബൂ താലിബ്. പക്ഷേ അയാൾ ഒരിക്കലും മുസ്ലിമായില്ല എന്നുള്ളത് നബി തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദനയായിരുന്നു. മരിക്കാൻ കിടക്കുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറി ചെല്ലാണ്. ചെന്ന് നോക്കുമ്പോൾ അവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യത്ത്, അബൂജഹലൊക്കെ ഇരിക്കുന്നുണ്ട്. അവര് വന്നതിന്റെ ലക്ഷ്യം എന്താ? അവസാന സമയത്തറ്റ അബൂ താലിബ് ഇഞ്ഞ് മുഹമ്മദിന്റെ മതത്തിൽക്കറ്റ പോകുമോ, അങ്ങനെയൊക്കെ മരിച്ചു പോകുമോ? അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കബീലക്ക്, നമ്മുടെ ഹാഷിം കുടുംബത്തിന്, ഖുറൈശ് ഗോത്രത്തിനൊക്കെ അത് വലിയ ഒരു നാണക്കേടാവൂലേ? ആൾക്കാരൊക്കെ പിന്നെ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോകൂലേ? അബൂ താലിബൊക്കെ അവസാന സമയത്തൊക്കെ അതായിട്ടാ മരിച്ചത്. അപ്പൊ പിന്നെ ഇനി നമ്മളും മാറി നിൽക്കണ്ട, നമ്മളും അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടെങ്കിൽ മാറിയെങ്കിലോ എന്ന് പേടിച്ചിട്ടുള്ള ഇരുത്താണ് ആര്? അബൂജഹലും അബ്ദുല്ലാഹി ഇബ്നു ഉമയ്യത്തും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലണത് എന്ത് പൂതിയിലാണെന്നറിയോ? ഇത്ര കാലമായിട്ടും എൻ്റെ മൂത്താപ്പ ഇസ്ലാമിൽക്ക് വന്നില്ല, ഇനിയിപ്പോൾ ഞാൻ അവസാനമായിട്ടൊന്ന് പറഞ്ഞു നോക്കട്ടെ. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ. പ്രിയപ്പെട്ട പിതൃവ്യ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ മരണപ്പെട്ടാൽ അത് വെച്ച് റബ്ബിൻ്റെ കോടതിയെ ഇങ്ങക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് വാദിക്കൂലേ? ഒന്ന് പറയും. അപ്പോഴൊക്കെ അബൂജഹിൽ വന്ന തന്നെ ഇതിനാണ്. അവസാന സമയത്തറ്റെ വല്ല മാറ്റവും വരുമോ എന്ന് പേടിച്ചിട്ട് രണ്ടാളും കൂടി ഒന്നിച്ചു പറഞ്ഞു, അത്തർഹബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. നമ്മൾ പാരമ്പര്യമായിട്ട് വിശ്വസിച്ച് ആദരിച്ചു പോരുന്ന ആ അബ്ദുൽ മുത്തലിബിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിങ്ങൾ മുഹമ്മദിനെ അനുസരിക്കാൻ പോവുകയാണോ? ഉണ്ടോ ആ ചോദ്യം? പുറത്തുനിന്ന് ആ ചോദ്യം, ഇപ്പുറത്തുനിന്ന് മുത്ത മുസ്തഫയുടെ സ്നേഹത്തോടെയുള്ള ഈ ഉപദേശം. എന്താ ചെയ്യേണ്ടതെന്ന് പരീക്ഷണത്തിൽ പെട്ടു. മരണനേരത്തും അയാൾ പരീക്ഷണത്തിൽ പെട്ടു. ആ പരീക്ഷണത്തിലും അയാൾ പതറി. അയാൾക്ക് വിജയിക്കാൻ പറ്റിയില്ല. അയാൾ അവസാനം എന്ത് പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്? അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ ആ മില്ലത്തിലായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനം. മുഹമ്മദ് ഏജി പറയുന്നിടത്തൊക്കെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇല്ല. അയാൾ അങ്ങനെ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ഒരു മരണമാണ്. കണ്ണുനീരോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വചനം ഇറങ്ങി ആശ്വസിപ്പിക്കുകയാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. ഓ മുഹമ്മദ് നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അള്ളയാണ്. നോക്കൂ നിങ്ങൾ, എന്നോട് എൻ്റെ റബ്ബ് വിരോധിക്കാത്തിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു പറഞ്ഞു. അപ്പോഴും ആയത്തിറങ്ങി, നബി ഒരു നബിക്കോ ഒരു സത്യവിശ്വാസിക്കോ മുശ്രിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. കണ്ടോ, ഒക്കെ ഗൗരവത്തിലുള്ള വിഷയങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കടുത്ത പരീക്ഷണമായിരുന്നു. കാരണം താങ്ങും തണലുമായിരുന്നു. മുസ്ലിമായിട്ടില്ലെങ്കിലും തൻ്റെ കൂടെ എന്തിനും ഒരു ധൈര്യം പകർന്നിരുന്ന ഒരാളായിരുന്നു. അതേ കൊല്ലം തന്നെ മറ്റൊരു പ്രിയപ്പെട്ട തണിയും തുണയും ഇണയുമായിരുന്ന നമ്മുടെ ഉമ്മ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയും വഫാത്തായി. ഒറ്റ കൊല്ലം അത് രണ്ടും സംഭവിക്കുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കടുത്ത പരീക്ഷണമായിരുന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ഉമ്മ ബീവിയെ പിൽക്കാലത്ത് ഓർക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്ന കുറേ മദ്ഹുകളുണ്ട്. ആളുകളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ. ഞാൻ അനാഥനായി എനിക്ക് സാമ്പത്തിക ശേഷിയില്ലാതിരുന്ന കാലത്ത് എന്നെ സമ്പത്ത് കൊണ്ട് സഹായിച്ചവളായിരുന്നു എൻ്റെ ഖദീജ. എനിക്ക് മക്കളൊന്നും മറ്റുള്ളവരിൽ നിന്നില്ലാത്തപ്പോഴും പിൽക്കാലത്ത് ആ പ്രവാചകൻ ഓർക്കുകയാണല്ലോ, എനിക്ക് അക്കാലത്ത് മക്കളുണ്ടായത് അവരിൽ നിന്നാണ്, എന്നെ ആശ്വസിച്ചപ്പോഴായിരുന്നു അവർ, തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ. അങ്ങനെയുള്ള മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെയും വഫാത്തുണ്ടായി ഒക്കെ ആ ഒരു കൊല്ലത്തിലാണ്.
അവസാനം ഈ രണ്ട് ദുഃഖങ്ങളും കൂടി പേറി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിയില്ല, തൻ്റെ ദൗത്യം തുടർന്നു. ആ സമയത്ത് ശത്രുക്കൾ അവരുടെ മർദ്ദനങ്ങളും അക്രമങ്ങളും ഒക്കെ കടുപ്പിച്ചു. കാരണം എന്താണ്? ആകെ കുടുംബത്തിൽ എന്തിനും പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്ന മൂത്താപ്പിയില്ല, ഇണയായിട്ടും എല്ലാ രൂപത്തിലും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്ന ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ഇണയുമില്ല, ഭാര്യയില്ല. ഇനി ഒരു കൈ നോക്കാന്നുള്ള നിലക്ക് ശത്രുക്കൾ അക്രമങ്ങൾ കൊടുമ്പിരിക്കൊള്ളാണ്. ആ സമയത്ത് മുത്തു മുസ്തഫ മോഹിച്ചു, എൻ്റെ അമ്മാമ്മമാരുടെ കുടുംബത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ ത്വായിഫിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിൽ നിന്ന് 96 കിലോമീറ്റർ ദൂരമുള്ള ത്വായിഫിലേക്ക് കാൽനടയായി മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാവുകയാണ്. എന്തിനെന്നറിയോ? അവിടെ കയറി കുടുംബങ്ങളിലും അല്ലാത്തവരുടെയൊക്കെ വീടാന്തരം കയറിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. കുറച്ച് ആൾക്കാരെങ്കിലും അവിടുന്ന് ഒരു സഹായിയായിട്ട് കിട്ടിയാൽ എൻ്റെ കുടുംബങ്ങളിലെ അവരെന്തായാലും എന്നെ തഴയൂല, അപ്പം എനിക്കതൊരു ബലം അള്ളാഹു അവരിലൂടെ തരും എന്ന പ്രതീക്ഷയോടെ ദീനിൻ്റെ ദഅവത്തിനുമായി കൊണ്ട് മക്ക വിട്ട് ത്വായിഫിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് പോയി. അവിടെയും കടുത്ത പരീക്ഷണമായിരുന്നു. വിചാരിച്ചതിൻ്റെ നേരെ എതിരല്ലേ നടന്നത്. തായിഫിലെത്തി ഈ കാര്യം അങ്ങ് പറഞ്ഞതോടുകൂടി തെണ്ടിപ്പിള്ളേരെ വിട്ടുകൊണ്ട് ആ രാജ്യനിവാസികൾ കുടുംബങ്ങൾ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ കല്ലെടുത്ത് എറിഞ്ഞാട്ടി ഓടിക്കുകയാണ് ഉണ്ടായത്. അവിടുത്തെ തിരുകാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി വേച്ചുകൊണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ മണ്ണിലൂടെ ഓടി 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 ഒരു തോട്ടത്തിൽ കയറി അഭയം പ്രാപിച്ചു. ദാഹിക്കുന്നുണ്ട്, തോട്ടത്തിലെ വെള്ളം കുടിച്ചു. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ നീ എന്നെ കൈവടിയല്ലേ, ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? നീ എന്നെ വെറുക്കുന്നില്ലെങ്കിൽ എനിക്കൊരു പേടിയുമില്ല, നിന്റെ കോപമുണ്ടാവില്ലേ എന്നിങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ കാര്യമേൽപ്പിക്കപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള അള്ളാഹു പർവ്വതങ്ങളുടെ കാര്യം വക്കാലത്ത് നൽകിയിട്ടുള്ള മുഅക്കലായ ആ മലക്കുൽ ജിബാൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, അള്ളാഹുവിന്റെ ഓർഡറുണ്ട്, ഈ ത്വായിഫിനെ കീഴ്മേൽ മറിച്ചിട്ട് ഈ രണ്ട് പർവ്വതങ്ങളും കൂടി കൂട്ടിയാണ്ട് അടിച്ചിട്ട് വരെ തകർത്ത് കളയാൻ ഓർഡർ ഉണ്ട്. എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങൾ എത്രത്തോളം ചെയ്ത ഈ നാട്ടുകാരെ നശിപ്പിക്കാനാ ഓർഡർ, എന്താ വേണ്ടത്? അപ്പം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ? വേണ്ട, അങ്ങനെ ചെയ്യണ്ട. ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ആഗ്രഹിക്കുന്നത്? ആ തലമുറയിൽ നിന്ന് അടുത്ത ഒരു തലമുറയെങ്കിലും ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബില്ലാഹി ശൈആ. അവരുടെ അടുത്ത ഒരു തലമുറയിൽ നിന്ന് പോലും ഒരു വിഭാഗം ആളുകൾ ശിർക്ക് ചെയ്യാത്ത ഒരു തലമുറ അവരിൽ നിന്ന് ഉണ്ടായെങ്കിലോ അതല്ലേ നല്ലത്, അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ അതല്ലേ നല്ലത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ കടുത്ത 2-3 പരീക്ഷണങ്ങൾ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ അവിടെയൊക്കെ പതറാതെ പിടിച്ചു നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇവിടെയൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ കൈവടിഞ്ഞാലും നാട്ടുകാർക്ക് വേണ്ടെങ്കിലും വീട്ടുകാർക്ക് വേണ്ടെങ്കിലും കുടുംബക്കാർക്ക് വേണ്ടെങ്കിലും ആ സമയത്താണ്, അതിനോടനുബന്ധിച്ചുള്ള നാളുകളിലാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റഹ്മാനായ റബ്ബുൽ ആലമീൻ 7 ആകാശങ്ങൾക്കും അപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. അതായിരുന്നു ഇസ്രാഉം മിഅ്റാജും. അതായിരുന്നു ഇസ്രാഉം മിഅ്റാജും. ഏത് കാലഘട്ടത്തിലാണ് അത്ഭുതകരമായ യാത്ര നടന്നത്? പ്രമാണങ്ങളിൽ കൃത്യമായ രേഖകളില്ല. പലപ്പോഴും റജബിലായിരുന്നുവെന്നും റജബ് 27-നായിരുന്നുവെന്നുമൊക്കെ പല അഭിപ്രായങ്ങളിൽ ഒരഭിപ്രായം മാത്രമാണ്. ഖണ്ഡിതമായി അത് റജബ് 27-നായിരുന്നു ആ ഇസ്രാഉം മിഅ്റാജും നടന്നത് എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ രേഖകളില്ല. വ്യത്യസ്ത വീക്ഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഒരു യാത്ര നടന്നിട്ടുണ്ട്. ഇസ്രാഉം മിഅ്റാജും നടന്നിട്ടുണ്ട്. അത് സ്വപ്നത്തിൽ കണ്ട സ്വപ്നാടനങ്ങളൊന്നുമല്ല, ശാരീരികമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്കും അപ്പുറത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിലുണ്ട്. സൂറത്തുൻ നജ്മിൽ മിഅ്റാജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പറയുന്നുണ്ട്. വാനലോകത്ത് വെച്ച് കണ്ട സംഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അത്ഭുതങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്, അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കാൻ പറ്റൂല. അതേ അവസരത്തിൽ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾ ഗ്രഹിക്കുകയാണ് വേണ്ടത്. ആ ഒരു മഹനീയമായ അത്യുന്നതമായ പദവിയിലേക്ക് മുത്തു മുസ്തഫയെ എത്തിച്ചത്, അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ കടുത്ത പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. അതിലൊക്കെ
പതറാതെ പിടിച്ചു നിന്നപ്പോൾ മുത്ത് മുസ്തഫ അത്യുന്നതമായ പദവിയിലെത്തി. രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തപ്പെട്ട മഹാനായ പ്രവാചകനാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ജിബ്രീൽ ഉണ്ടായിരുന്നു. 7 വാനങ്ങളും ഓരോ ആകാശങ്ങളും മലർക്കെ ഒന്നിന് പിറകെ ഒന്നായി മിറാജിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. 7 ആകാശവും കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെന്താ പറഞ്ഞിരുന്നയോ, ഇനി മുഹമ്മദേ താങ്കൾ പോവുക, എനിക്ക് അങ്ങോട്ട് വരാൻ ഓർഡറില്ല. ജിബ്രീൽ അലൈഹിസ്സലാം മാറിയുന്നു. പിന്നെ റബ്ബിൻ്റെ സാന്നിധ്യത്തിലേക്ക് പോകുന്നത് ആര് മാത്രമാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഇബാദത്തിനേക്കാളും അപ്പുറം ഏത് ഇബാദത്തിനേക്കാളും നമ്മൾ ചെറുപ്പം മുതലേ ചൊല്ലി വരുന്ന, പഠിപ്പിച്ചു വരുന്ന, പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയ അസ്സലാഹ്. മനുഷ്യൻ അവൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്ത് 5 നേരത്തെ നിസ്കാരമാണ്. അത് സമ്മാനമായിട്ട് നമ്മുടെ ഈ ഉമ്മത്തിന് ഗിഫ്റ്റായിട്ട് അള്ളാഹു തആല നേരിട്ട് വിളിച്ചു വരുത്തി കൊടുത്തതാണ്. നോമ്പ് അങ്ങനെ നേരിട്ട് വിളിച്ചു വരുത്തി കൊടുത്തതല്ല, വഹയിലൂടെ അങ്ങോട്ട് ഇറക്കിയതാ. അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തിട്ടുള്ള ഏക ഇബാദത്ത് ഏതാണ്? 5 നേരത്തെ നിസ്കാരം. നമുക്കതിലുള്ള ഗുണപാഠം അതാണ്. ആ നിസ്കാരം പോലും നമ്മുടെ മുമ്പിൽ ഇന്നൊരു പരീക്ഷണമാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നമസ്കാരമാണ്. ജനങ്ങളെ കിടന്നുറങ്ങല്ലേ. ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിന് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് കടന്നു വരൂ. 5 നേരം മിനാരങ്ങളിൽ നിന്ന് വിളി കേൾക്കുന്നുണ്ട്. എത്ര പേര് പോകുന്നുണ്ട്? എത്ര പേർക്ക് ജമാഅത്ത് കിട്ടുന്നുണ്ട്? ജമാഅത്ത് മറ്റവസരങ്ങളിൽ കിട്ടുന്നവർക്ക് പോലും എത്ര പേർക്ക് സുബഹിയിൽ കിട്ടുന്നുണ്ട്? കടുത്ത പരീക്ഷണം, വലിയ പരീക്ഷണം. നമുക്ക് 5 നേരത്തെ നിസ്കാരമില്ല. ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിസ്കാരം എന്ന പരീക്ഷണത്തിൽ ഞാൻ പതറിപ്പോകാറുണ്ടോ? എനിക്ക് അങ്ങനെ നിസ്കാരത്തിൽ കൃത്യമായി നിലനിർത്താൻ പറ്റുന്നുണ്ടോ? അതിൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അതിലുള്ള പാഠങ്ങളാണതൊക്കെ. ആ മഹത്തായ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി പഠിപ്പിച്ചു കൊടുത്തത് വാനലോകത്ത് വെച്ചാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ രൂപങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പലതവണ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഓരോ സമയത്തും അതിൻ്റെ സമയത്ത് നിർവഹിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. അതാണ് ഇന്ന് നമുക്ക് കിട്ടിയ 5 നേരത്തെ നിസ്കാരം. അവിടെയും വാനലോകത്ത് വെച്ച് 50 നേരത്തെ നിസ്കാരമായിരുന്നു നിർബന്ധമാക്കപ്പെട്ടിരുന്നത്. പിന്നീട് മൂസാ അലൈഹിസ്സലാമിനെ ഒരാകാശത്ത് വെച്ച് കണ്ടുമുട്ടിയതും പിന്നീട് എൻ്റെ സമുദായത്തിന് താങ്ങാനാവാത്തതാണത്, അതുകൊണ്ട് നിങ്ങളുടെ സമുദായത്തിന് അത് ചുരുക്കി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ അപേക്ഷിച്ചു നോക്കൂ എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല തവണ അള്ളാഹുവിൻ്റെ അടുക്കൽ പോയി അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് പ്രകാരം 50ൻ്റെ പ്രതിഫലം 5ലാക്കി ഒതുക്കിക്കൊണ്ടാണ് നമുക്കിന്ന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. കൂലി അതിനെത്രയാണ്? 50ൻ്റെ കൂലിയാണുള്ളത് 5 നേരം നിസ്കരിച്ചാലും. അവിടെയും ചില ആളുകൾ വസ്വാസുമായി വരാറുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞോടത്തെത്തിയില്ലേ, മരിച്ചോര് സഹായിക്കൂലേ? നോക്കണം നിങ്ങൾ. ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ അതിലുള്ള പാഠം വേറൊരു കൂട്ടർ അങ്ങനെ ഉൾക്കൊള്ളുന്നത്. മരിച്ചുപോയ മൂസാ നബി നമ്മളെ സഹായിച്ചില്ലേ, അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചിട്ട് സഹായിക്കണേ, രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്താണ്? മരിച്ചോര് നമ്മളെ സഹായിക്കും. എന്താ തെളിവ്? വഹാബി, നീ നിസ്കരിക്കുന്ന 5 നേരത്തെ നിസ്കാരം പോലും മരിച്ചോരെ സഹായല്ലേ? ഇവിടെ എന്താ തർക്കം? ഇവിടെ തർക്കം എന്താണ്? മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് നമ്മൾ സഹായം തേടാമോ? ആ തർക്കം. അവിടെ അർവാഹിന്റെ ലോകം, റൂഹുകളുടെ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കണ്ടു, അതൊക്കെ നമ്മുടെ സാമാന്യ ലോകത്തേക്ക് കൊണ്ടുവരില്ല. വിധങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഇമാമായി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ആ യാത്രയിൽ. അത് നമുക്ക് ബാധക. നമ്മളെ പള്ളിയിൽ ജമാഅത്തിന് ആളില്ലെങ്കിൽ അമ്പിയാക്കളെ നിങ്ങളൊക്കെ വരി, ഇന്ന് ഞങ്ങളെ പള്ളിയിൽ ആളില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടപെട്ടു. ആയിക്കോട്ടെ, ഇതിനെന്താ പ്രശ്നം? ജീവനോടുകൂടി അവർ കണ്ടുമുട്ടുന്നൊരു ലോകത്ത് വെച്ച് അവർ നടത്തിയൊരു സംസാരം, അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ അലൈഹി സ്വലാമിനോട്, മൂസാ നബിയെ, അള്ളാഹ് ഞങ്ങളെ ഉമ്മത്തിന് വേണ്ടി 50 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്, നിങ്ങളൊന്ന് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. മൂസാ അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൻ്റെ
സ്ഥിതിയും ചരിത്രവും അനുഭവിച്ചറിഞ്ഞ മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് രണ്ടു കൂട്ടരും അർവാഹിന്റെ ലോകത്ത് അവിടെ ജീവിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർ മരിച്ച് ഖബറിൻ്റെ അടിയിലൊന്നുമല്ല, ഒക്കെ അവിടെ അള്ളാഹു അവിടെ കൊണ്ടുവന്നു. അതൊക്കെ റബ്ബിൻ്റെ റൂഹുകളുടെ ലോകം എന്ന് പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ലോകമല്ല, അത് മറ്റൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നടന്ന സംസാരം, അവിടെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പിൽക്കാലത്ത് ഇവിടെ ഭൂമിയിൽ എത്തിയതിൻ്റെ ശേഷം എത്രയോ കൊല്ലം നബിതങ്ങൾ ജീവിച്ചിരുന്നിട്ടില്ലേ? എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായി, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി, തൻ്റെ സ്വഹാബിമാർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് സ്വയമോ അല്ലെങ്കിൽ സ്വഹാബിമാരോട് പറഞ്ഞോ, നമുക്ക് 50 നിസ്കാരം 5 തന്ന് സഹായിച്ച മൂസാ നബിയാണുള്ളത്, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ മൂസാ നബിയേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നബിതങ്ങൾ സഹായം തേടിയതുമില്ല, ഒന്നും ചെയ്തില്ല. മറിച്ച് ഏത് പ്രശ്നത്തിലും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കൂ എന്നല്ലേ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ പലരും കൊണ്ടുവരും, സൂക്ഷിക്കണം. അതിനാണ് സാന്ദർഭികമായിട്ട് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ മെഹറാജിൻ്റെ പേരിൽ ഒരു പ്രത്യേക നോമ്പും പ്രത്യേക നിസ്കാരമൊക്കെ ആളുകൾ ചെയ്യാൻ തിടുക്കം കാണിക്കുന്നു. പല ആളുകളും റജബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തുടങ്ങിയ റജബ് 1-ാം ദിവസം ചൊല്ലേണ്ടത്, 2-ാം ദിവസം ചൊല്ലേണ്ടത്, 3-ാം ദിവസം ചൊല്ലേണ്ടത്, ഇങ്ങനെ ഓരോ പുണ്യങ്ങളുമായിട്ട് ചില ആളുകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ആചാരം, അങ്ങനെ ഒരു പ്രത്യേകമായ ദിക്ർ, ഒരു പ്രത്യേക നിസ്കാരം, ഒരു പ്രത്യേക നോമ്പ് റജബിലുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മാസം ഉള്ളതുപോലെയൊക്കെ റജബിലുണ്ട്. അതേ അവസരത്തിൽ മെഹറാജ് ഉണ്ടായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എപ്പോഴെങ്കിലും ഇന്ന് ഞാൻ മെഹറാജ് പോയ ദിവസമാണ്, അതുകൊണ്ട് ഇന്ന് നോമ്പ് സുന്നത്താണ് എന്ന നിലയ്ക്ക് നബിതങ്ങൾ നോറ്റുവോ, സഹാബാക്കൾ ആ പേരിലൊരു നോമ്പ് അനുഷ്ഠിച്ചുവോ, ആ പേരിലൊരു പ്രത്യേക ദിക്ർ ചൊല്ലിയോ, ആ പേരിലൊരു പ്രത്യേക നിസ്കാരം നിർവഹിച്ചുവോ? മെഹറാജ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം, മെഹറാജ് നോമ്പ് എന്ന പേരിലൊരു നോമ്പ്, മെഹറാജ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ട് എന്നും അതിൻ്റെ നിയ്യത്ത് പോലും ചില ആളുകൾ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. ഉസല്ലി സുന്നത്തുൽ മിഅ്റാജ് റകഅതൈനി ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് വരെ വാട്സപ്പിലൂടെയൊക്കെ പലരും പ്രചരിപ്പിക്കുകയാണ്. മഅദല്ലാഹ്, ആരാ ഇതൊക്കെ പഠിപ്പിക്കാൻ അധികാരം കൊടുക്കുന്നത്? ആർക്കാണ് ഇതിന് അധികാരമുള്ളത്? അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലവിധത്തിലുള്ള കാര്യങ്ങളും സമൂഹം പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ദീൻ സേഫായി നിലനിർത്താൻ എപ്പോഴും സാധിക്കണം. ഭൂരിപക്ഷം ആളുകളും അതിൻ്റെയൊക്കെ പിന്നാലെ പോകും. ഭൂരിപക്ഷം ആൾക്കാരും മെഹറാജ് നോമ്പും ബറാത്ത് നോമ്പും ഒക്കെ നോൽക്കുന്നുണ്ട്, ഞാനായിട്ട് ഇനിയിപ്പോൾ എങ്ങനെ വിട്ടുക്കുക, ഞാനും അവിടെ നോൽക്കുക, എന്തായാലും ഇപ്പോൾ അധികം തെറ്റൊന്നുമല്ലല്ലോ, ഒരു നോമ്പെടുക്കല്ലേ, കിടക്കട്ടെ. അങ്ങനെ നോമ്പെടുക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? അങ്ങനെ നോമ്പെടുക്കാൻ വകുപ്പില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പരീക്ഷണമാണെന്നാണ് ഞാൻ പറയുന്നത്. പരീക്ഷണത്തിൽ പതറാതെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ശിർക്ക് ചെയ്യൂല, ഞാൻ എൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകും എന്നല്ലേ നമ്മുടെ ഷഹാദത്ത് കലിമയിൽ പോലും നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ ഐഡന്റിറ്റി നിലനിർത്താൻ ആർക്ക് സാധിക്കുന്നു, ആർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ദീനിൽ നാം നേരിടുന്ന പരീക്ഷണമാണ്. ശരി, ദുന്യാവിലെ പരീക്ഷണങ്ങൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം പഠിച്ചോളിന്നാണ് എല്ലാവരോടും പറയുന്നത്. നിങ്ങൾക്ക് ദുന്യാവിൽ എന്ത് മുസീബത്ത് ബാധിച്ചാലും ആശ്വസിക്കാൻ വേണ്ടി ഏതോർത്താൽ മതി? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം ഓർത്താൽ മതി എന്നാണ്. അവിടുന്ന് അനുഭവിക്കാത്ത എന്ത് പരീക്ഷണമുള്ളത്? നമ്മളിവിടെ എണ്ണിപ്പറഞ്ഞ പരീക്ഷണങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചില്ലേ? അള്ളാഹിൻ്റെ റസൂലിന് ആൺകുട്ടികളൊന്നും നിലനിന്നില്ല. 3 ആൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനുണ്ടായി. ഒന്ന് അബ്ദുള്ള, ഒന്ന് താഹിറും, അതുപോലെ തന്നെ മറ്റൊന്ന് മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ആ ഉമ്മയിൽ ജനിച്ചിട്ടുള്ള ഇബ്രാഹിം എന്ന കുട്ടിയും. 3 മരിക്കയത്. അള്ളാഹിൻ്റെ റസൂൽ വഫാത്താകുന്നതിൻ്റെ മുമ്പ് മറ്റു മക്കളൊക്കെ മരിച്ചുപോയി. ഫാത്തിമ ബി മാത്രം ബാക്കി. മരിക്കണ നേരത്തെ ഫാത്തിമ ബിയുടെ തലങ്ങട്ട് താഴ്ച പിടിച്ചിട്ടൊരു സ്വകാര്യം പറഞ്ഞു. ഒരു സ്വകാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞു. രണ്ടാമത്തെ ഒരു സ്വകാര്യം കൂടി കേട്ടപ്പോൾ ചിരിച്ചു. ഒന്നാമത്തെ സ്വകാര്യം പറച്ചിൽ എന്തായിരുന്നു അറിയോ? ഉപ്പാൻ്റെ ശേഷം ആദ്യം ഉപ്പാൻ്റെ അടുത്തേക്ക്
ഉപ്പ മരിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഉപ്പയുടെ മരണം ഏതാണ്ട് അടുത്തിരിക്കുന്നു. പ്രയാസമായിട്ടാണ് തോന്നിയത്, നല്ല വിഷമമായിട്ടാണ് തോന്നിയത്. അടുത്ത സ്വകാര്യത്തിൽ പറഞ്ഞാൽ എന്തായിരുന്നു? വാപ്പൻ്റെ അടുത്തേക്ക് ആദ്യം മടങ്ങി വരിക നീ ആയിരിക്കും. 6 മാസത്തെ കാലാവധി മാത്രമേ ഉണ്ടായുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു അൻഹയും വഫാത്തായി. മക്കൾ നഷ്ടപ്പെട്ട, മക്കൾ ദുഃഖത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പതറിയിട്ടില്ല, കരഞ്ഞിട്ടുണ്ട്. കരയാതിരിക്കൂല. മക്കൾ നഷ്ടപ്പെട്ടാലും ആപത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായ മനുഷ്യൻ കരയും. ഇബ്രാഹിം എന്ന കുഞ്ഞും കൂടിയാണ് മരിച്ചു പോകുമ്പോൾ ആ ചെറിയ പറക്കമുറ്റാത്ത കുഞ്ഞിനെ മടിയിലിങ്ങനെ ഇരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് കരയുന്നുണ്ട്. കരയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബി നിങ്ങളല്ലേ പറഞ്ഞ് ഇങ്ങനെ കരയാനൊന്നും പാടില്ല എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണുകൾ കണ്ണുനീരണിയും, പക്ഷേ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊരു വാക്കും നമ്മൾ പറയൂല. അപ്പോൾ സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാവും. എന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, മോനെ നിൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്, നിൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് മോനെ എന്നും പറഞ്ഞ് പ്രവാചകൻ കരഞ്ഞിരുന്നു. പക്ഷേ അവിടുന്ന് പതറിയിട്ടില്ല. അതൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ ദറജകൾ. നമ്മുടെ ഒരു സഹോദരന് 4 മക്കളാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് മായാതെ ആ സംഭവം അങ്ങനെ നിൽക്കുകയാണ്. ആയിരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു. 4 മക്കൾ ഒരൊറ്റ അപകടത്തിൽ വളർത്തിയുണ്ടാക്കിയ 4 ആൺമക്കളാണ് പോവുകയാണ്. പറയാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ എളുപ്പമാണ്, ക്ഷമിക്കട്ടെ, ക്ഷമിക്കൂ എന്നൊക്കെ. പക്ഷേ അത് വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കിട്ടണം ക്ഷമിക്കണമെങ്കിൽ. കാരണം അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ആവശ്യമായ അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നബിൻ്റെ കാലത്തുണ്ടായിരുന്നു അങ്ങനെ 2ഉം 3ഉം മക്കളൊക്കെ നഷ്ടപ്പെട്ടവർ. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങളെ കാത്തുക്കുകയാണ് സ്വർഗത്തിൽ. ആ മക്കൾ കാത്തുക്കുകയാണ് നിങ്ങളെയും കൊണ്ടേ അവരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുള്ളൂ. ഇതുവരെ അവർ സ്വർഗത്തിലെ പൂമ്പാറ്റകളെപ്പോലെ, അവർ നല്ല മുത്തുമണികളെപ്പോലെ അവിടെ കിടന്നുല്ലസിക്കുകയാണ് ആ മക്കൾ. ഖിയാമത്ത് നാളിൽ അവർ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരും. നിങ്ങളുടെ വസ്ത്രത്തിൽ നിങ്ങളെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് പോലെ റഹ്മാനായ റബ്ബിനോട് അവർ പറയും, വാപ്പാനെയും ഉമ്മാനെയും സ്വർഗത്ത് കയറ്റണം എന്നവർ ശഫാഅത്ത് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊക്കെ അപ്പുറം ഇനി ഒരാശ്വസിക്കുവാൻ ഒരു പിതാവിന് എന്താ വേണ്ടത്, ഒരു മാതാവിന് എന്താ വേണ്ടത്? അങ്ങനെ അവരൊക്കെ ശുപാർശ പറയുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ ആ ഒരു ശുപാർശ അനുസരിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അനുയോജ്യമായ നിലക്കുള്ള ഈമാനും തഖ്വയും സബറും അള്ളാഹിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടാനുള്ള ഒരു ധൈര്യമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒക്കെ നമുക്ക് മരിച്ചുപോയവരൊക്കെ മരിച്ചു പോകും, നമ്മളും പോകും. പക്ഷേ ഓരോ മരണങ്ങളും നമുക്കാണ് പാഠങ്ങൾ. ഇതൊക്കെ നമുക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാവുന്നതാണ് മരണം. അതുകൊണ്ട് മരിക്കുന്നതിൻ്റെ മുമ്പ് ആ മരണം ഹുസ്നുൽ ഖാത്തിമത്തായി മാറുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദുനിയാവിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഏത് പരീക്ഷണങ്ങളിലും നമ്മൾ പതറിപ്പോകരുത്. നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നന്മകൾ ചെയ്യാതിരിക്കുവാനുള്ള ശുബ്ഹത്തുകളും വസ്വാസുകളുമായി പലരും നമുക്ക് ചുറ്റും പരീക്ഷണം എന്ന നിലക്ക് കടന്നു വരുമ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എൻ്റെ നന്മകളിൽ തന്നെ മുന്നോട്ട് പോകണം. എന്നെ തിന്മകളിലേക്ക് മാടി വിളിക്കുന്ന, അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആയിരക്കണക്കിന് നെറ്റുകളും വേലകളുമായി കൊണ്ട് ശത്രുക്കൾ ഇവിടെ കാത്തിരിക്കും എന്നെ അതിൽ കുടുക്കിയിടാൻ. ആ പരീക്ഷണത്തിൽ ഞാൻ പതറി അതിൽ ചാടി പോകാതെ എല്ലാ നിലക്കും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള കരുത്ത് നാം നേടണം. അതേപോലെ തന്നെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോഴും ആശ്വസിക്കുവാൻ സാധിക്കണം. പരലോകം അവർക്കുള്ളതാണ്. ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക്, ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിപ്പെടുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത പടുത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരികയാണെങ്കിൽ അത് സഹിക്കുവാനും അതേപോലെ തന്നെ അവിടെ സബറും റിളയുമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ധീരമായ ഈമാനോടെ പിടിച്ചു നിൽക്കുവാനുമുള്ള കരുത്ത് റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا
وتوفنا مع الأبرار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.